യേശുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരങ്ങളെ, പിതാവായ ദൈവത്തിൻ്റെ നാമം എപ്പോഴും മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. അതിന് നമ്മളെ കർത്താവ് ഒരു ഉപകരണമായി എടുക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 21 22 തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തതു മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുക. ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവം യേശുക്രിസ്തു വഴി വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വാസത്തോടെയാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതെല്ലാം നിനക്ക് ലഭിക്കും. മനസ്സിൽ ലവലേശം ഭയമോ നിരാശയോ കിട്ടുമോ എന്നുള്ള ഒരു തോന്നലുമില്ലാതെ എന്നെ സ്നേഹിക്കുന്ന, എന്നോടൊപ്പം കഴിയുന്ന എൻ്റെ പിതാവായ ദൈവം യേശുക്രിസ്തു വഴി ഞാൻ ചോദിക്കുന്ന ഈ കാര്യം എനിക്ക് കിട്ടും എന്ന് ദൃഢമായ വിശ്വാസത്തോടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ട് നിൽക്കുക, നിശ്ചലമാകുന്നില്ല. പലതിനെക്കുറിച്ചും നമ്മൾ ആകുലപ്പെട്ടുകൊണ്ട് നിൽക്കുക. ഭയവും ആകുലതയും എല്ലാം കൊണ്ടുവരുന്നത് നമ്മൾക്കെതിരെ നിൽക്കുന്ന തിന്മയുടെ ശക്തികളാണെന്ന് മനസ്സിലാക്കുക. ആ ദൈവത്തിൽ നിന്നും നമ്മൾ എപ്പോഴാണോ മാറി നിൽക്കാൻ ശ്രമിക്കുന്നത്, ആ സമയം നമ്മൾ തിന്മയുടെ അടിമകളായി മാറും. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ അത്തിമരത്തോട് ചെയ്തത് മാത്രമല്ല, നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഏതൊരു പ്രശ്നത്തെ നോക്കി നിങ്ങൾ പ്രവചിച്ചാലും, അത് മനുഷ്യന് അസാധ്യമാണ് എന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും ഒരു മല അവിടെ നിന്നും പിഴുതെടുത്ത് കടലിൽ പോയി വീഴണം എന്ന് നിങ്ങൾ വിശ്വാസത്തോടെയാണ് പറയുന്നതെങ്കിൽ പോലും അത് നടക്കും. ലോകത്തിൻ്റെ മുന്നിൽ അസാധ്യമായ കാര്യമാണ്. മല പോലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് ആ പ്രശ്നം അവിടെ ഇല്ലാതാക്കാൻ സാധിക്കും. വിശ്വാസത്തോടെ കർത്താവിനോടൊന്ന് ചോദിച്ചാൽ മാത്രം മതി. ആ പ്രശ്നത്തിൻ്റെ മേൽ കർത്താവെ നീ ഒന്ന് തീരുമാനമെടുക്കണമേ എന്ന് വിശ്വാസത്തോടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കൽ നിങ്ങൾ ചോദിച്ചാൽ ദൈവം അത് സാധിച്ചു തരും. അതാണ് ഈശോ പറഞ്ഞത്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത്. ഈ വചനം നമുക്ക് ആമേൻ ചൊല്ലി സ്വീകരിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃഢത എന്തുമാത്രമുണ്ടെന്ന് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 4ാമത്തെ സാബത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ 28 ദിവസം കൊണ്ട്
എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി? ബാക്കിയുള്ള 22 ദിവസത്തെ ഉപവാസം മൂലം ഞാൻ എന്ത് നേടുവാൻ ആഗ്രഹിക്കുന്നു? ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തോടെ നിങ്ങൾ ചോദിക്കുന്നതെന്തും അടുത്ത 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.